സിംഗിൾ ബെഞ്ച് വിധിയിലെ നിർദ്ദേശം റൂൾസ് കമ്മിറ്റിക്ക് നൽകിയെന്നും രജിസ്ട്രാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സർക്കുലർ ഇറക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി കോടതി ഇതിനകം തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. മെമ്മറി കാർഡ് കേസിലെ അതിജീവിതയുടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചാണ് പരിഗണിക്കുക. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ നമ്മോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇപ്പോൾ അതിജീവിതയുടെ ഉപഹർജിയാണ് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചിലുള്ളത്. ജസ്റ്റിസ് കെ ബാബു അല്ല ഇനി റോസ്റ്റർ പ്രകാരം പുതുതായി വരുന്ന ജഡ്ജിയാണ് ഈ വിഷയം പരിഗണിക്കുക. സാധാരണഗതിയിൽ അങ്ങനെയാണോ ഉണ്ടാകാറുള്ളത്? പരിഗണിച്ച ഒരു കേസിൽ സാധാരണ അതേ ആൾക്കാരാണ് പരിഗണിക്കാറ് പതിവ്. 2-3 തവണ നമ്മൾ ഈ കേസിൽ തന്നെ കണ്ടിട്ടുള്ളത്. ഏതായാലും അതിജീവിതയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമല്ല, തൻ്റെ മൊഴിയെടുത്തിട്ടില്ല, മാത്രമല്ല അതിനകത്ത് കുറ്റാരോപിതരെന്ന് കരുതുന്ന ആളുകൾ നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിൽ വിശദാംശങ്ങൾ തേടിപ്പോയില്ല. പ്രത്യേകിച്ച് അന്ന് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ആയിരുന്ന ജഡ്ജിയുടെ മൊഴിയെടുത്തിട്ടില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളിൽ റിപ്പോർട്ട് തന്നെ റദ്ദ് ചെയ്ത് ഒരു പോലീസ് അന്വേഷണം നടത്തണമെന്നുള്ളതാണ്. അത് ആ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെയിൻ വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപഹർജിയാണ്. അത് മറ്റൊരു ജഡ്ജി പരിഗണിക്കണം എന്നുള്ളതാണ് പുതിയ നില. അതെ, അത് എന്തായാലും പരിഗണിക്കാതിരിക്കില്ല. അതൊരു മസ്റ്റല്ല സത്യത്തിൽ. അപ്പം അതുകൊണ്ട് പരിഗണിക്കാതിരിക്കില്ല. പക്ഷെ പരിഗണിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അതിന് ആവശ്യങ്ങൾ അനുവദിക്കും എന്നുള്ളതാണ്. കാരണം അതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. അത് വൈകിട്ടാണ് നടക്കുന്നത്, ഇത്ര ലേറ്റ് ആയിപ്പോയി. എന്നാലും അത് പരിഗണിച്ച് അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയാൽ വളരെ പോസിറ്റീവായിരിക്കും കാര്യം തോന്നുന്നു. ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിന് സർക്കുലർ ഇറക്കുന്നതിനുള്ള നടപടിക്രമം പുരോഗമിക്കുന്നു എന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. നേരത്തെ മാർഗ്ഗനിർദ്ദേശം മാത്രമായിരുന്നു ഹൈക്കോടതി വിധിന്യായത്തിൽ, ജസ്റ്റിസ് കെ ബാബുവിൻ്റെ വിധിന്യായത്തിൽ ഉണ്ടായിരുന്നത്. ആ മാർഗ്ഗനിർദ്ദേശങ്ങൾ പക്ഷേ പലരും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണ ഏജൻസികളായാലും അതുപോലെ തന്നെ കോടതിയിൽ തന്നെ ആയാലും ഫോറൻസിക് ലാബുകളിലായാലും ഇനി അതിന് സർക്കുലർ ഇറക്കാമെന്നാണ് പറഞ്ഞത്. അതോടുകൂടി ജസ്റ്റിസ് കെ ബാബുവിൻ്റെ അക്കാര്യത്തിലുള്ള ആ ബെഞ്ചിൻ്റെ ഇടപെടൽ അവസാനിക്കുകയാണ്. അതെ അതെ, തീർച്ചയായിട്ടും അത് വളരെ മാൻഡേറ്ററി ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ഒരു എല്ലാവരുടെയും ഒരു യൂണിഫോമിറ്റിയിൽ കൃത്യമായി തന്നെ അതിനൊരു പാറ്റേൺ ഉണ്ടായാൽ അത് വലിയ ഉപകാരമാണ്. കാരണം നമ്മളിപ്പോൾ കണ്ടു, ഇപ്പൊ നമ്മളറിയുന്ന ഈ ഒരു കേസ് കൂടാതെ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് പലതും അറിയ പോലും ഇല്ല. പിന്നെ എന്ത് തന്നെയായാലും കോടതിയുടെ മുകളിൽ വിശ്വാസമാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ അത് ഉറപ്പിക്കുന്നത് ജുഡീഷ്യറിയുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കുലർ എത്രയും പെട്ടെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ തന്നെയാണ് ഈ അന്വേഷണം നടത്തിയിട്ടുള്ള എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവരിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഒരു ജഡ്ജ് ഇപ്പോൾ റോസ്റ്റർ പ്രകാരം ഈ കേസ് പോട്ടെ എന്ന് വിചാരിക്കുന്നത്. ഇതിനകത്ത് വൈമുഖ്യമുണ്ടോ ഇത് ചില ബെഞ്ചുകൾ കൈകാര്യം ചെയ്യുന്നതിൽ? അല്ലെങ്കിൽ താനല്ല ഇനി തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ചില എന്താ പറയുക, നമ്മൾ കിറാമുട്ടികൾ ഉണ്ടോ ഇപ്പോൾ ജുഡീഷ്യറിയിൽ? അത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രതീക്ഷയോടെയാണ് നമ്മൾ ജുഡീഷ്യറി അപ്രോച്ച് ചെയ്യുന്നത്. തരാൻ തടസ്സങ്ങളില്ല. അതൊരു കൃത്യമായി തന്നെ തീരുമാനമെടുക്കുന്ന ഒരു ജഡ്ജിന് തരാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു വെറും നാച്ചുറൽ ജസ്റ്റിസ് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊന്നും വായിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു ബെനിഫിഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ആണ് സാധാരണ നിലയിൽ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ലാർജ് പബ്ലിക് ലാർജിനാണ് ശരിക്കും ബെനിഫിറ്റ് ആവുന്നത്. ഒരുപാട് ആംബിഗ്യസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒഴിവാകും. അതുകൊണ്ട് തന്നെ ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റായി വരേണ്ടതാണ്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, നന്ദി സഹകരിച്ചതിന്.